ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് BV380 കോഴികളെക്കുറിച്ചാണ് കേട്ടോ. അവരെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ BV380 കോഴികൾ ആദ്യമായിട്ടൊക്കെ വളർത്തുന്നവരൊക്കെ കാണും. അപ്പോൾ അവരെ വളർത്തുന്നതിന് ഒരു രീതിയുണ്ട് കേട്ടോ. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ വളർത്തി പോന്നാൽ മാത്രമേ നമുക്ക് അവരിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ആയാലും മുട്ടയുടെ പ്രൊഡക്ഷൻ ആയാലും എല്ലാം നമുക്ക് ആ രീതിയിൽ കിട്ടുകയുള്ളൂ. ഇവിടുത്തെ എൻ്റെ ഇപ്പോൾ പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മളിപ്പം ഈ കുഞ്ഞുങ്ങളെ വിരിയിച്ച് കൊടുക്കുന്ന ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ ഈ കോഴികളുള്ള കൂട് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇവരെയും കൂടി നമ്മൾ വലിയ കോഴികളുടെ മുട്ടക്കോഴികളുടെ കൂട്ടത്തിലിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അവർ മുട്ടയിടുന്നതെല്ലാം ഇപ്പോൾ ഇവർ കൊത്തി കുടിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ പുറത്തിറക്കി വിടാറുണ്ട്, പച്ചിലകൾ കൊടുക്കാറുണ്ട്, മുട്ടത്തോട് പൊടിച്ച് കൊടുക്കാറുണ്ട്, പിന്നെ നമ്മൾ പാക്കറ്റ് ഫീഡുകളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഗോതമ്പ്, അരി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ പോലും ഇവരിപ്പോൾ വന്ന ഒരു സാഹചര്യത്തിൽ ചെറുതിലെ പ്രശ്നമില്ലായിരുന്നു, വലുതായി വന്നപ്പോഴത്തേക്ക് ഇവർ മുട്ട കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൊത്തി ഉടച്ച് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മുട്ട തോടോട് കൂടി തന്നെ അങ്ങ് കഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്കറിയാലോ, ഇപ്പോൾ നമ്മൾ കോഴിയെ വളർത്തുന്നത് തന്നെ ആ മുട്ട കിട്ടുമെന്നല്ലോ ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവരിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കോഴികളെ വളർത്തുന്നതുകൊണ്ട് ഒരു ലാഭവും അതിലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഇത് ആദ്യമേ തന്നെ പരിഹരിക്കേണ്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അധികമായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇവർക്ക് നമ്മൾ ഈ മുട്ടത്തോട് പൊടിച്ചതാണ് കേട്ടോ ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇവർക്ക് ഗ്രോവി പ്ലസ് കൊടുക്കണമെന്ന് തന്നെയാണ് കേട്ടോ. ഗ്രോവി പ്ലസ് നമ്മുടെ നാടൻ കോഴികൾക്കും കൊടുക്കാം. പിന്നെ ഞാൻ അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഒരു മെഡിസിനും അങ്ങ് കൊടുക്കാറില്ല. ഇതുപോലെയുള്ള പ്രതിരോധത്തിന് വേണ്ടിയിട്ട് മഞ്ഞൾ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, വേപ്പില അതൊക്കെയാണ് കേട്ടോ അരച്ച് നമ്മളിങ്ങനെ പിന്നെ അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഈ പനിക്കൂർക്കയുടെ ഇലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലതാണ് കേട്ടോ. തുളസി ഇല ഇതൊക്കെ നമ്മൾ അരച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവരിൽ കണ്ടുവരുന്ന ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് നാടൻ മരുന്നുകൊണ്ട് ഒന്നും പറ്റില്ല എന്ന് മനസ്സിലായിട്ടോ. കാരണം നമ്മൾ അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ മുട്ടത്തോട് കൊടുക്കുമ്പോൾ തന്നെ ഇത് പരിഹരിക്കപ്പെടേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രോവി പ്ലസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 ദിവസം കൊണ്ട് ഇതാണ് കേട്ടോ കാര്യം. മുട്ട ഉടച്ച് പിന്നെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നം നമ്മൾ ഒഴിവാക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അവരെ കൂട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കൂട് മാറ്റിയിട്ടിട്ടാണ് കേട്ടോ അവർക്ക് പ്രത്യേകമായിട്ട് ഇപ്പോൾ ആദ്യം നോക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടു. ഇപ്പോൾ നമുക്ക് മനസ്സിലായി അവർ തന്നെയാണ് കേട്ടോ മുട്ട കൊത്തി ഉടയ്ക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഗ്രോവി പ്ലസിൻ്റെ മരുന്നിൻ്റെ കൂടെ തന്നെ നമ്മൾ പിന്നെ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു മെഡിസിനും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്നുള്ളത് അതിൻ്റെ പേര്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്നൊരു 4 കോഴിയെ വേറെ വാങ്ങിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് അവരിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയില്ല. നമ്മുടെ ഒരു കോഴിക്ക് ഇതുപോലെ ഒരു ചെറിയൊരു തൂക്കം പോലെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിനെ മാറ്റിയിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ അവർക്ക് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്നതാണ് കേട്ടോ ഈ കോഴികളെല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അതും കൂടെ ചേർത്തിട്ട് മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ മരുന്ന് വാങ്ങിയത്. അപ്പോൾ അതും കൂടെ പറഞ്ഞിട്ട് നമ്മൾ ചേർത്തിട്ടാണ് കേട്ടോ ഈ പിന്നെ വെള്ളം ചേർത്ത് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 കൂട്ടിൽ ഇത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ തുടർച്ചയായിട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ, ഈ വൈറ്റമിൻ കുറവിൻ്റെത്. പിന്നെ അതുപോലെ തന്നെ വിരയിളക്കാനുള്ള മരുന്ന് നമ്മൾ കൊടുക്കണം കേട്ടോ. ഈ തരം കോഴികളെ നമ്മൾ വളർത്തുമ്പോൾ അതിൻ്റെ രീതിക്കനുസരിച്ച് വളർത്തേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പം നമ്മുടെ നാടൻ കോഴി പോലെ അല്ല. നമ്മൾ ആ നാടൻ കോഴിക്കൊപ്പം നമ്മൾ വളർത്താൻ നോക്കിയാലും ആ ഒരു രീതിയിൽ നമുക്ക് ഇവരെ വളർത്താൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ BV380 കോഴികളെ വാങ്ങുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ നാടൻ കോഴികൾ പോലെയാണെന്ന് കരുതിയിട്ടാണ് കേട്ടോ പലരും വളർത്തുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ വളർത്തി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കേട്ടോ. നമ്മളിപ്പോൾ BV380 കുഞ്ഞുങ്ങളെ വാങ്ങുന്ന ആ ഒരു ടൈമിൽ തന്നെ അവർ അതിന് വാക്സിനൊക്കെ എടുത്തിട്ടായിരിക്കും തരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചുണ്ട് കരിച്ചിട്ടൊക്കെ ആയിരിക്കും കേട്ടോ തരുന്നത്. ചുണ്ട് മുറിക്കുക കരിക്കുക എന്നൊക്കെ പറയും, അങ്ങനെ തരും കേട്ടോ. പിന്നെ അതിന് ശേഷം വീണ്ടും അതിൻ്റെ ചുണ്ടുകൾ കൂർത്ത് തന്നെ വരും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പിന്നെ സെപ്പറേറ്റ് ഇട്ട് വളർത്താമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ കാൽസ്യം കുറയുന്ന ആ ഒരു രീതിയിലേക്ക് പോവാതെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാൽസ്യത്തിൻ്റെ മെഡിസിൻ, അതുപോലെ തന്നെ പിന്നെ നമ്മൾ വിരയിളക്കാനുള്ള ഇതെല്ലാം കറക്റ്റിന് കൊടുത്ത് തന്നെ നമ്മളിതിനെ വളർത്തണം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാതെ നാടൻ കോഴികളുടെ കൂടെ ഇട്ട് വളർത്തിയത് കൊണ്ടാണ് കേട്ടോ നമുക്കിപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നേരിട്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായാലും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. താങ്ക് ഫോർ വാച്ചിങ് വീഡിയോസ്.